ഒരു കാലത്ത് UDF നിൽക്കുമ്പോൾ അപ്രമാദിത്വത്തോടുകൂടി എല്ലാ ബഹുമാനത്തോടും കൂടി അദ്ദേഹം ഒരു മുന്നണിയുടെ നേതാവായി അന്നത്തെ ഉമ്മൻചാണ്ടിക്കൊപ്പം നിലനിന്നപ്പോൾ എല്ലാ ബഹുമതികളും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിലെ പ്രവർത്തികൾ കൊണ്ടല്ലാതെ, അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായി അല്ലാതെ അദ്ദേഹത്തെ ആരും തള്ളിപ്പറഞ്ഞിട്ടില്ല. ഉമ്മൻചാണ്ടിയെ തള്ളിപ്പറഞ്ഞു, സ്വന്തം കുടുംബത്തെ തള്ളിപ്പറഞ്ഞു, അദ്ദേഹത്തിന് സംരക്ഷണം കൊടുത്ത കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞു. അദ്ദേഹം അധികാരത്തിന് വേണ്ടി, മന്ത്രിസ്ഥാനത്തിന് വേണ്ടി LDF കടന്നു ചെന്നപ്പോ ഇപ്പൊ പരിഹാസ്യങ്ങൾ മാത്രം ഗണേഷ് കുമാർ തേടി വരികയാണ്. അദ്ദേഹം സോളാർ കേസിൽ ഒരു സ്ത്രീയെ ഉപയോഗിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടിയെ പോലെ ഒരു മുഖ്യമന്ത്രിയെ, ഒരു ജനനായകനെ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിനെ അപമാന്യനാക്കുവാനും അപകീർത്തിപ്പെടുത്തുവാനും വേണ്ടി അതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചു എന്ന് ബഹുമാനപ്പെട്ട CBI കോടതി പോലും കണ്ടെത്തിയത് ഗണേഷ് കുമാറിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ്. അദ്ദേഹം ഇനിയും അങ്ങോട്ട് ഒരുപാട് അപമാനങ്ങൾ നേരിടേണ്ടി വരും. അദ്ദേഹം ഒരുപാട് അപഹാസ്യനാവുക തന്നെ ചെയ്യും. കാരണം ഇന്നലകളിൽ അദ്ദേഹത്തെ സംരക്ഷിച്ച് അദ്ദേഹത്തെ കൂടെ നിർത്തിയ ആളുകളെ, അധികാരത്തിന് വേണ്ടി ഒറ്റിക്കൊടുത്ത, അധികാരത്തിന് വേണ്ടി